നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ രാഷ്ട്രീയമായി ഇന്നും ശ്രദ്ധ ചെലുത്തുന്ന ഒരു മണ്ഡലത്തെ പറ്റിയാണ്. അതായത് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം. ഇപ്പോൾ തന്നെ അഖിൽ മാരാരുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാഷ്ട്രീയ സംസാരമായിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണല്ലോ കൊട്ടാരക്കര. അതിനാൽ തന്നെ കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പ്രവണത എങ്ങനെയാണ്, ഇപ്പോഴത്തെ എം എൽ എ ആരാണ്, ജനസംഖ്യാ ഘടന എങ്ങനെയാണ്, 2020 പാർട്ടിയിലൂടെ എൻ ഡിയിലേക്ക് എത്തിയ അഖിൽ മാരാർക്ക് കൊട്ടാരക്കരയെ മത്സരിച്ചാൽ അത് എത്രത്തോളം സ്വീകാര്യത ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. കൊട്ടാരക്കരയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, കൊട്ടാരക്കര എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് 1957 മുതൽ ഇന്ന് വരെ പലതവണ അധികാര മാറ്റങ്ങൾ കണ്ടൊരു മണ്ഡലമാണിത്. ഇടതും വലതും തമ്മിലുള്ള കടുത്ത മത്സരം തന്നെയാണ് ഇവിടെ ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇടതോ വലതോ അല്ലാതെ മൂന്നാമതൊരു ശക്തിക്ക് ഇവിടെ വളരാൻ എപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു മണ്ഡലം തന്നെയാണ് കൊട്ടാരക്കര മണ്ഡലം. നിലവിലെ എം.എൽ.എ ആരാണ്? ഇപ്പോൾ കൊട്ടാരക്കരയിലെ എം.എൽ.എ CPIM നേതാവായ KN ബാലഗോപാലാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു. അതുമാത്രമല്ല, മന്ത്രിസ്ഥാനം വഹിച്ച അനുഭവമുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിനൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. മുമ്പത്തെ തിരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡ് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ, കഴിഞ്ഞ 3-4 തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം കൃത്യമാണ്. കൊട്ടാരക്കര LDFനും UDFനും തന്നെയാണ് പ്രധാനമായ വോട്ട് ബാങ്കുകൾ. എന്നാൽ BJPക്കും മറ്റു പാർട്ടികൾക്കും ഒരു സ്ഥിരമായ വോട്ട് ബേസ് ഉണ്ടെങ്കിലും അത് വിജയത്തിലേക്ക് മാറാൻ പറ്റിയ രീതിയിൽ ഇതുവരെയായിട്ടും ഒരു പെർസെൻറ്റേജിലേക്ക് അത് വളർന്നിട്ടില്ല. ഇവിടെ പലപ്പോഴും ജയപരാജയം നിശ്ചയിക്കുന്നത് ചെറിയ വോട്ട് മാറ്റങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും പിന്നെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം എന്നിവയിലൂടെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ വോട്ട് ആർക്ക് ചെയ്യണം എന്നുള്ളതിലൊക്കെ ഭൂരിഭാഗവും ആളുകൾ ഒരു തീരുമാനമെടുക്കാം. അപ്പോൾ അതിനർത്ഥം അവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങളിലേക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയെ ഏത് മുന്നണി സ്ഥാനാർത്ഥിയെ നിയോഗിക്കുന്നോ അവർക്ക് വേണ്ടി അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടുത്തെ സാമൂഹിക ഘടന എങ്ങനെയാണ്, അതെങ്ങനെയാണ് അവിടുത്തെ വോട്ടിനെ സ്വാധീനിക്കുക എന്നോട് നോക്കാം. കൊട്ടാരക്കര ഒരു മിശ്ര ജനസംഖ്യയുള്ള മണ്ഡലമാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ഭൂരിപക്ഷം. എങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളുടെ സാന്നിധ്യവും ആ മണ്ഡലത്തിലുണ്ട്. ശ്രദ്ധേയമായ ഒരു വോട്ട് ബാങ്കാണ് അവരും. ഇവിടെ വോട്ട് ചെയ്യുന്നത് പലപ്പോഴും മതമോ നോക്കിയല്ല, പാർട്ടി, വിശ്വാസം, പ്രാദേശിക പ്രശ്നങ്ങളോടുള്ള സമീപനം, സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റം എല്ലാം ചേർന്നാണ് നമ്മൾ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി അടുത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു വിഷയമാണല്ലോ അഖിൽ മാരാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും BJPയിലേക്ക് പോകുന്നതും. നേരിട്ട് BJPയിലേക്ക് വരുന്നതിന് പകരം BJPയുടെ സഖ്യകക്ഷിയായ 2020 അദ്ദേഹം വന്നത്. നേരിട്ടൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സംഘി എന്നുള്ള വിളി ഒഴിവാക്കാനൊക്കെ ആയിരിക്കും അഖിൽ മാരാർ 2020 തിരഞ്ഞെടുത്തത്. ഇവിടെയാണ് അഖിൽ മാരാർ ഫേമസ് ആയത് ബിഗ് ബോസ് എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അദ്ദേഹം 2020 പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. അത് NDAയുടെ ഭാഗമാണെന്ന് നമുക്കെല്ലാം അറിയാം. അഖിലിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഒരു സാധാരണ രാഷ്ട്രീയ പ്രവേശനം പോലെ അല്ല. അദ്ദേഹത്തിന് ഇതിനകം തന്നെ ഒരു ജനശ്രദ്ധ, ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സ്വീകാര്യതയുള്ളതാണ്. കൊട്ടാരക്കരയിലെ അഖിൽ മാരാർക്ക് വിജയസാധ്യതയുണ്ടോ? വിജയസാധ്യത ഉണ്ടെങ്കിൽ തന്നെ എത്ര ശതമാനം? ഇത് തുറന്നു പറയണം. കൊട്ടാരക്കര എളുപ്പമുള്ളൊരു മണ്ഡലമല്ല അഖിൽ മാരാരെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഇടതും വലതും വർഷങ്ങളായി വളർത്തിയെടുത്ത ഒരു ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്. അഖിൽ മാരാറിന് അവിടെ ഉള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ യുവാക്കളുടെ ഇടയിലുള്ള സ്വാധീനം തന്നെയാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന് വളരെ ശക്തമായ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ഇതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരശേഷി, എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരശേഷിയാണ് അദ്ദേഹത്തിനുള്ളത്. ഇതൊക്കെ അദ്ദേഹത്തിനൊരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ തന്നെയും ചില വെല്ലുവിളികളും ഉണ്ട്. പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഒരു പരിചയമില്ല അദ്ദേഹത്തിന്. ശക്തമായ ഒരു പാർട്ടി നെറ്റ്വർക്കില്ല. NDAയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അവിടെ വോട്ട് ബാങ്ക് കുറവാണ്. പ്രത്യേകിച്ച് പുതുതായിട്ട് ഇപ്പോൾ NDAയുടെ ഭാഗമായിട്ടുള്ള 2020 പോലുള്ളൊരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സാബു ജേക്കബിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും അവിടെ ഉപകാരപ്പെട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളാണ് ഇപ്പോഴും അവിടെ ചർച്ചയാവുന്ന ഒരു മണ്ഡലമാണ് കൊട്ടാരക്കര മണ്ഡലം. ഇനി ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കും എന്നും കൂടെ ഒരു കാര്യം നോക്കാം. ഒരു കാര്യം ഉറപ്പാണ് കാര്യത്തിൽ, അഖിൽ മാരാർ മത്സരിച്ചാൽ കൊട്ടാരക്കരയിലെ രാഷ്ട്രീയത്തിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അത് വോട്ടായി മാറണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും ഒരു വോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പ്രശസ്തി മാത്രം പോരാ. അദ്ദേഹം
പ്രാദേശികമായിട്ട് അവിടെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ആളോ അങ്ങനെ പ്രവൃത്തി പരിചയമുള്ള ആളോ ഒന്നും അല്ലാത്ത കാരണം അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളിൽ എത്രമാത്രം അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കും, ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സാധിക്കും, ഇതെല്ലാം ഒരു പോയിൻ്റാണ്. അവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം കൺസിഡർ ചെയ്ത് വോട്ട് ചെയ്യുന്നൊരു വോട്ട് ബാങ്ക് തന്നെയാണ് അവർ. കൊട്ടാരക്കരയിൽ അഖിൽ മാരാറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം സത്യം പറഞ്ഞാൽ ഒരു റിസ്ക്കുള്ള ശ്രമം തന്നെയാണ്. വിജയം ഉറപ്പാണെന്നൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹം മത്സരിച്ചാൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ പുതിയൊരു ദിശയിലേക്കൂടെ പോകും. കുറച്ചുകൂടെ വോട്ട് ഇപ്പം വിജയിപ്പിക്കുക ഏകദേശം 16% വോട്ട് ബാങ്കുള്ളത് ഒരു 18-20% എത്താനൊരു സാധ്യത കാണുന്നുണ്ട്. അവസാനം എന്തായാലും തീരുമാനിക്കേണ്ട കൊട്ടാരക്കരയിലെ വോട്ടർമാർ തന്നെയാണ്. ഇതൊരു വ്യക്തിയുടെ രാഷ്ട്രീയ തുടക്കമാകുമോ അല്ലെങ്കിൽ ഒരു ശ്രമമായി മാത്രം അവസാനിക്കുമോ, അതിനെല്ലാം ഉത്തരം നമുക്ക് തെരഞ്ഞെടുപ്പ് ദിവസം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എങ്കിലും രാഷ്ട്രീയ പ്രവേശനം എൻ ഡി എ പോലൊരു സഖ്യത്തിലൂടെ അഖിൽ മാരാർ തിരഞ്ഞെടുത്തത് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇടത് ഈ നിലവിലെ MLA ആയിട്ടുള്ള ബാലഗോപാലിനോട് മത്സരിക്കാനുള്ള ശേഷി എത്രത്തോളമാണ് അഖിൽ മാരാർക്കുള്ളത്? ഇനി ബാലഗോപാൽ തന്നെയാണോ അവർ മത്സരിക്കുക? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും? ഇതൊക്കെ കണ്ടറിയേണ്ടത് കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് മുമ്പ് ശക്തരായിട്ടുള്ള നേതാക്കന്മാർ മത്സരിച്ച് വിജയിപ്പിച്ചിട്ട് ആയിഷ പോറ്റിയെ പോലുള്ള CPM-ൻ്റെ നേതാക്കന്മാരായാലും ബാലകൃഷ്ണപിള്ളയെ പോലുള്ള കേരള കോൺഗ്രസിൻ്റെ ബാലകൃഷ്ണപിള്ളയുടെ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും അദ്ദേഹമൊക്കെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ച് തുടർച്ചയായി വിജയിച്ച് വന്നിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കര. അപ്പോൾ എന്തായാലും അഖിൽ മാരാരെ സംബന്ധിച്ച് കൊട്ടാരക്കര കടുപ്പം തന്നെയായിരിക്കും.